ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ യൂറിയേക്കാൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും. ഇത് ഇലകളിലേക്ക് നമ്മൾ തളിക്കുമ്പോൾ ഇതിന് വളരെ ചെറിയ തടികളാണുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇലകളിലേക്ക് ആഴ്ന്നിറങ്ങാനും ചെടിക്ക് പെട്ടെന്ന് ഇത് വലിച്ചെടുക്കാനും സാധിക്കും. ഏകദേശം 8% അങ്ങനെ വിളവ് വർധനവ് നാനോ യൂറിയയ്ക്ക് തരാൻ സാധിക്കുന്നു. ഇത് 10 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. ഗ്രൂപ്പുകൾക്ക് 80% സബ്സിഡിയിൽ, 75 മുതൽ 80% സബ്സിഡിയിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. നമുക്കിത് എത്ര ഏക്കർ വേണോ ഒരു ദിവസം ചെയ്യാൻ പറ്റും. നമുക്ക് മാപ്പ് ചെയ്തിട്ട് ഓട്ടോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് തനിയെ പോയി ചെയ്തിട്ട് എവിടെയാണോ തീരുന്നത് അവിടെ പോസായിട്ട് തിരിച്ച് റിട്ടേൺ വന്ന് വീണ്ടും ബാറ്ററി മാറ്റി വീണ്ടും ലിക്വിഡ് ഫില്ല് ചെയ്ത് അതേ സ്പോട്ടിൽ പോയിട്ട് വീണ്ടും തളിച്ചു പോകും. നരേന്ദ്രമോദി സർക്കാർ 15,000 ഡ്രോൺ വനിതാ ഗ്രൂപ്പിന് കൊടുക്കാനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 വർഷം കൊണ്ട് 15,000 ഡ്രോൺ ഇന്ത്യ മുഴുവൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നമസ്കാരം, ഞാൻ FACT റെപ്രസെൻറ്റേറ്റീവാണ്. എൻ്റെ പേര് സംഗീത. നമ്മുടെ കൂടെ ചിത്ര മാം ഉണ്ട്, KVK മിത്രനികേതൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയർ, വെള്ളനാട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ VBSY പ്രോഗ്രാമിൻ്റെ ഭാഗമായി കഴിഞ്ഞ 27-ാം തീയതി മുതൽ ഓരോ ഗ്രാമപഞ്ചായത്തിലേക്ക് പോയി നമ്മൾ ഫാർമേഴ്സിന് വേണ്ടിയിട്ട് ഡ്രോണിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുകയാണ്. നാനോ യൂറിയ എന്ന് പറയുന്ന ഒരു ഇലവളം ഉപയോഗിച്ചാണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ കർഷകർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്നത്. ഇന്നങ്ങനെ നമ്മൾ കഠിനംകുളം പഞ്ചായത്തിൽ സുജിത് സാറിൻ്റെ ഫീൽഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഡ്രോൺ എന്താണ്, ഡ്രോണിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതുപോലെ തന്നെ നാനോ യൂറിയ നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന യൂറിയേക്കാൾ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഞങ്ങൾ കർഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നാനോ യൂറിയ എന്ന് പറയുന്നത് സാധാരണയായി ഉപയോഗിച്ചു വരുന്ന യൂറിയ പോലെ തന്നെ ചെടികളിലേക്ക് നൈട്രജൻ എത്തിക്കാനുള്ളൊരു വളമാണ്. ഇത് നമ്മൾ ഇലവളമായിട്ടാണ് സാധാരണ കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ യൂറിയേക്കാൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും. ഏകദേശം 2 മുതൽ 4 മില്ലിയാണ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ നാനോ യൂറിയ ഉപയോഗിക്കുന്നത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി കൊടുത്തുകൊണ്ട് തന്നെ. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഇലകളിലേക്ക് നമ്മൾ തളിക്കുമ്പോൾ ഇതിന് വളരെ ചെറിയ തടികളാണുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇലകളിലേക്ക് ആഴ്ന്നിറങ്ങാനും ചെടിക്ക് പെട്ടെന്ന് ഇത് വലിച്ചെടുക്കാനും സാധിക്കും. ഏകദേശം 8% അങ്ങനെ വിളവ് വർധനവ് നാനോ യൂറിയയ്ക്ക് തരാൻ സാധിക്കുന്നു. ഡ്രോൺ ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകരുടെ സമയം ഒരുപാട് ലാഭിക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണിത്. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് 1 ഏക്കറോളം സ്ഥലത്ത് വളപ്രയോഗം നടത്തിയെടുക്കാൻ ഡ്രോൺ ടെക്നോളജി വഴി സാധിക്കുന്നുണ്ട്. എയറോസ്പേസ് ഒരു കമ്പനിയുടെ ഡ്രോണാണ്. ഇത് 10 ലിറ്റർ കപ്പാസിറ്റി, ഫയലോഡ് 10 ലിറ്റർ. ഇതിന് 6 ലീഫുണ്ട്. ഇപ്പം നമുക്ക് 10 മിനിറ്റ് കൊണ്ട് 1 ഏക്കർ നമുക്ക് തളിക്കാൻ പറ്റും. അതിൻ്റെ ബാറ്ററി ബാക്ക് 10 മിനിറ്റേ ഉള്ളൂ. നമുക്കിത് എത്ര ഏക്കർ വേണോ ഒരു ദിവസം ചെയ്യാൻ പറ്റും. നമുക്ക് മാപ്പ് ചെയ്തിട്ട് ഓട്ടോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് തനിയെ പോയി ചെയ്തിട്ട് എവിടെയാണോ തീരുന്നത് അവിടെ പോസായിട്ട് തിരിച്ച് റിട്ടേൺ വന്ന് വീണ്ടും ബാറ്ററി മാറ്റി വീണ്ടും ലിക്വിഡ് ഫില്ല് ചെയ്ത് അതേ സ്പോട്ടിൽ പോയിട്ട് വീണ്ടും തളിച്ചു പോകും. നമ്മൾ മാനുവലി ചെയ്യാൻ നടക്കില്ല അത്. പിന്നെ ഇതിൻ്റെ കുറേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മഴയത്തോ ഈ മിന്നലുള്ള സമയത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. 11 kV ലൈന് പോകുന്നുണ്ടെങ്കിൽ പറ്റില്ല. അട്രാക്റ്റീവ് ബാറ്ററി ആയതുകൊണ്ട് അത് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഓപ്പൺ ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം. പാഡിയാണ് ബെറ്റർ. പിന്നെ പൈനാപ്പിൾ, പച്ചക്കറി, അതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇത് 10 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില.
ഗ്രൂപ്പുകൾക്ക് 80% സബ്സിഡിയിൽ 75 മുതൽ 80% സബ്സിഡിയിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് മുടക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന് ലൈസൻസ് വേണം. അത് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് കൊടുക്കുന്നത്. ഒരു 10 മുതൽ 15 ദിവസത്തെ ക്ലാസ് ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞിട്ട് അവർ ടെസ്റ്റൊക്കെ പാസ്സായതിനു ശേഷമാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിപ്പോൾ ചെന്നൈയിലാണ് നമുക്കിപ്പോൾ സെൻറ്റർ അടുത്തുള്ളത്. പിന്നെ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ 15,000 ഡ്രോൺ വനിതാ ഗ്രൂപ്പിന് കൊടുക്കാനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 വർഷം കൊണ്ട് 15,000 ഡ്രോൺ ഇന്ത്യ മുഴുവൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പാം വഴി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിനാണെങ്കിൽ 80% സബ്സിഡിയിൽ തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാണ് ചെയ്യുന്നത്. എളുപ്പം പെട്ടെന്ന് നമുക്ക് ഒരു 10 ഏക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് തളിച്ച് തീരാൻ പറ്റും. പാഡി ഫീൽഡൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തളിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഈ പൊടിയായിരിക്കുന്നത് സമ്പൂർണ്ണ തളിച്ചതാണ് എടുത്ത്. ഇനി ഇപ്പം നമുക്ക് ഡ്രോണിന് ജസ്റ്റ് ഒന്ന് നോക്കാം, ഇതൊന്ന് തളിച്ച് നോക്കാം എങ്ങനെയാണെന്ന്.